മക്കൾ രാജാക്കന്മാരും മാതാപിതാക്കൾ പ്രജകളുമായാൽ ആ വീട്ടിൽ ഖൈറുണ്ടാവുകയില്ല. മറിച്ച് മാതാപിതാക്കൾ കുല്ലുക്കും റാഇൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് മക്കളുടെ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ അവർ ഹറാമിലേക്ക് പോകുന്ന വഴികളെയെല്ലാം തടയണം. മോശമായ രീതികളും സമീപനങ്ങളും നടപടിക്രമങ്ങളും അവർ മറ്റുള്ളവരിൽ നിന്ന് പകർത്തുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ അവരുടെ ഇഹവും പരവും നഷ്ടപ്പെടുത്തുന്ന എന്തെല്ലാം പ്രവണതകളിലേക്ക് അവർ പോകുന്നുണ്ടോ അതിനെ സംബന്ധിച്ചെല്ലാം ജാഗരൂകരായിരിക്കണം, ജാഗ്രത കാണിക്കണം. എന്തിനാണത്? അവരുടെ ഖൈറിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന്, സിനിമകൾ, മറ്റു തോന്നിവാസങ്ങൾ, മദ്യപാനം, ചീത്ത കൂട്ടുകെട്ട്, വൃത്തികേടുകൾ എല്ലാറ്റിൽ നിന്നും അവരെ തടയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. സത്യവിശ്വാസികളെ, പിശാച് ഇട്ടുതരുന്ന ചില വഴികളുണ്ട്. ആ വഴികളുടെ പിന്നാലെ നിങ്ങൾ പോവരുത്. അങ്ങനെ പോയാൽ, അങ്ങനെ പോവാൻ അനുവദിച്ചാൽ പിന്നീട് ഫവാഹിഷുകളും മുൻകറാത്തുകളും മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പിശാചിന്റെ വഴികളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മക്കളെ കൈപിടിച്ചു മാറ്റി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിശ്രമവും അധ്വാനവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം.